നമസ്കാരം, എല്ലാവർക്കും സച്ചൂസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇത് ഞാനൊരു ബീറ്റ്റൂട്ട് എടുത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. പിന്നെ 2 സവാള 2 പച്ചമുളകും അതും കൂടെ ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാനും എന്ത് ചെയ്തു, ഒരു ചോപ്പറിലേക്കിട്ട് ഇതിനെ വളരെ ചെറുതായിട്ട് തോരത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ തരത്തിൽ ഇതുപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ചട്ടി ചൂടായി അതിലേക്ക് എണ്ണയൊഴിച്ചു, കടുവറുത്തതിന് ശേഷം കടുവ് പൊട്ടിയതിന് ശേഷം ഞാൻ ഉഴുന്ന് പരിപ്പ് ഒരു പിടി ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തു. അത് ഈ തോരനത്തിന് കുറച്ചുകൂടെ ടേസ്റ്റും കുറച്ചുകൂടെ ഒരു ക്രിസ്പ്നെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത്. എന്നിട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ച ബീട്രൂട്ടും ഉള്ളിയും എല്ലാം കൂടെ ഇതിലേക്ക് തട്ടി നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വേവിച്ചു. പിന്നെ ചോപ്പറിലേക്ക് തന്നെ 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് ജീരകം, തേങ്ങ, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ബീട്രൂട്ട് വേവിച്ചത് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ഒരു സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതൊന്ന് വേകാൻ വേണ്ടിയിട്ട്. നമ്മൾ ബീട്രൂട്ട് കുറച്ചൊന്ന് വേകണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഇട്ടിട്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അതിന് ശേഷം ഈ അരച്ചത് എല്ലാം അതിലേക്ക് തട്ടി നന്നായിട്ട് വലുതായിട്ട് ഇളക്കിയില്ല, അതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് വെച്ചിട്ട് അടച്ച് വേവിച്ചു. 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് വെന്തതിന് ശേഷം ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വിഭവം ചോറ്, കോളിഫ്ലവർ ബജി, പുളിശ്ശേരി, ഇഞ്ചി. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.